CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി പാർട്ടിയിലെ ചില നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന് പരാതി ഉന്നയിച്ചിരുന്നു. ഇതിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ട് നൽകിയ പരാതിയും പാർട്ടി അന്വേഷണ കമ്മീഷനും പ്രഹസനമായെന്നും മനു തോമസ് പറഞ്ഞു. പാർട്ടി പുറത്താക്കിയതല്ല, മനസ്സുമടുത്ത് സ്വയം പുറത്തുപോയതാണെന്നും മനു തോമസ് തുറന്നു പറഞ്ഞു. ഇതൊരു പൊതു നിലപാടിൻ്റെ വിഷയം പാർട്ടിക്കകത്ത് എടുക്കേണ്ടതാണ്. കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പാർട്ടി എടുത്തു, പക്ഷേ അത് വളരെ വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ഇതിനെ വിഴുങ്ങാൻ മാത്രം അവർ വളർന്നിരുന്നു. ഇത്രയേ ഉള്ളൂ. CPM-ൻ്റെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലുള്ള സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പാർട്ടിക്കകത്ത് തെറ്റായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ചില ആളുകൾ അല്ലെ പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പല ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെന്നാൽ അത് പൂർണ്ണമായി തിരുത്തപ്പെട്ടിട്ടില്ല. ഞാൻ പൂർണ്ണ സംതൃപ്തനല്ല ഇത്തരം കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ തിരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ ഞാൻ ന്യൂനപക്ഷമായിരിക്കും, അപ്പം അപ്പുറത്തായിരിക്കും ഭൂരിപക്ഷം ആളുകൾ. സ്വാഭാവികമായിട്ടും ഞാൻ മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ല. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിനകത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും നേടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം സഹിച്ചും കേട്ടും അറിഞ്ഞിട്ടും അറിയാതെയൊക്കെ എനിക്ക് വേണമെങ്കിൽ നിൽക്കാം. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഞാൻ പാർട്ടിയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അവസാനിപ്പിച്ച് പുറത്തേക്ക് പോയ ആളാണ്. ഇന്നത്തെ ഒരു പൊതു സാഹചര്യത്തിൽ ഈ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയ്ക്കകത്തുനിന്ന് നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് സ്വയം തോന്നുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് അങ്ങനെ ഒരു തീരുമാനമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. മനു തോമസ് ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. ആദ്യഘട്ടത്തിൽ സ്വർണ്ണക്കടത്തുമായിട്ട് ഡിവൈഎഫ്ഐ നേതാക്കൾക്കടക്കമുള്ള ബന്ധത്തെക്കുറിച്ചാണ് മനു തോമസ് പാർട്ടിയിൽ ആ വിവരം ഉന്നയിച്ചത്. പാർട്ടിക്ക് പുറത്ത് മനു തോമസ് പറഞ്ഞില്ല. പാർട്ടി അത് വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്ന പ്രതിഷേധത്തെ തുടർന്നാണോ ഈ അംഗത്വം പുതുക്കാതെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം മനു തോമസ് ഒഴിവായിരിക്കുന്നത്? പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പോയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും അരുൺകുമാർ, അതായത് കഴിഞ്ഞ ഒരു 3 വർഷത്തോളമായി മനു തോമസ് ഈ ഡിവൈഎഫ്ഐയിലെ ചില നേതാക്കൾക്ക്, പാർട്ടിയിലെ ചില നേതാക്കൾക്ക് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി, പ്രധാനമായും ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി തുടങ്ങിയിട്ടുള്ള കണ്ണൂരിലെ ചില വിവാദ നായകന്മാരുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഒരു പരാതി പാർട്ടിക്കകത്ത് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഘട്ടത്തിലൊന്നും തന്നെ പാർട്ടിക്ക് പുറത്ത് ഒരു പ്രതികരണം നടത്തുകയോ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പോലും മനു തോമസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനു തോമസ് പാർട്ടിക്കകത്ത് അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തെളിവുകൾ സഹിതം മുന്നോട്ട് വെച്ചുകൊണ്ട് പരാതി ഉന്നയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് കാര്യമായ തോതിൽ ഒരു നടപടി ഉണ്ടായില്ല. അതിനകത്ത് കാര്യമായ തോതിൽ ഒരു നിലപാടെടുക്കുന്നതിന് വേണ്ടി CPM-ൻ്റെ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏകദേശം 1 വർഷത്തോളമായി പാർട്ടി മെമ്പർഷിപ്പ് പോലും പുതുക്കാതെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മാറി നിൽക്കുകയായിരുന്നു. പാർട്ടി കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മനു തോമസിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പ്രാഥമിക അംഗത്വത്തിൽ സ്വാഭാവികമായി മെമ്പർഷിപ്പ് പുതുക്കാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പ്രാഥമിക അംഗത്വത്തിൽ പോലും തുടരാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റുന്നതോടുകൂടി മനു തോമസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താവുകയാണ്. മനു തോമസിനെതിരെ നേതാക്കൾ പ്രതികരിച്ച് കണ്ടിട്ടില്ല. മനു തോമസിനെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ മനു തോമസ് ഇനിയും ചില കാര്യങ്ങളൊക്കെ തുറന്ന് വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ടോ? അതല്ല, കാര്യങ്ങൾ വിശദീകരിച്ച് തൽക്കാലം മനു തോമസ് പാർട്ടി വേറെ, ഞാൻ വേറെ, സന്തോഷ സമാധാനം എന്ന് പറഞ്ഞു പോവുകയാണോ ചെയ്തത്? അരുണെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് 1 വർഷത്തോളം പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ണൂരിലെ കേരളത്തിലെ തന്നെ CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കണ്ണൂർ. അപ്പോൾ കണ്ണൂരിലെ ഒരു പാർട്ടിയിൽ നിന്ന് ഏകദേശം സാധാരണ CPM-ൻ്റെ ഒരു രീതി അനുസരിച്ച് തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല, പാർട്ടിയുമായി അകന്ന് നിൽക്കുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴായി ഇത്തരത്തിൽ നടപടിയെടുത്ത് അവരെ നിന്ന് മാറ്റി നിർത്തുകയാണ് സാധാരണ രീതിയിലുള്ള പതിവ്. പക്ഷേ 2023 മുതൽ തന്നെ 2023 ഏപ്രിൽ മാസം 13-ാം തീയതി മുതൽ തന്നെ പാർട്ടിയുടെ ഒരു യോഗങ്ങളിലും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലോ പ്രവർത്തനങ്ങളിലോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലോ ഒന്നും തന്നെ സജീവമായി ഇല്ലാത്ത ഒരാളെ ഇത്രയും കാലമായി, ഏകദേശം 1 വർഷത്തോളം സമയമായി ഇപ്പോഴും സംഘടനക്കകത്ത് അതായത് കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത് വരെ സംഘടനക്കകത്ത് നിലനിർത്തിയിരുന്നു എന്നുള്ളത് ഈ പറയുന്ന രീതിയിലുള്ള ചില ഉൾഭയം പാർട്ടിക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നന്നായിരിക്കും എന്ന് മീന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അർജുൻ,
അത് ഒരു പക്ഷേ മനു തോമസ് അത്തരത്തിലുള്ള ചില പ്രിക്കോഷൻസ് ഒക്കെ സ്വാഭാവികമായി, കാരണം പാർട്ടി നമുക്കറിയാം ഒരു ജില്ലാ കമ്മിറ്റി അംഗം മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. മനു തോമസിന് അറിയാം. അതുകൊണ്ട് ഓക്കെ, അത് മനു തോമസിന് വ്യക്തമായിട്ട് അറിയാം എന്ന് തോന്നുന്നു. താങ്ക് യു. അർജുൻ, എന്താണ് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊരു അംഗം ഇപ്പോൾ ഒഴിവായിരിക്കുന്നു? പാർട്ടിയെ പ്രകോപിപ്പിച്ചിട്ടില്ല, പക്ഷേ പാർട്ടിയിൽ ചില കാര്യങ്ങൾ തന്നെ തുറന്നു പറഞ്ഞു. അതിൽ സ്വർണ്ണക്കടത്തുകാരുമായിട്ടൊക്കെ ഈ ആയങ്കേരി അങ്ങനെ കുറേ ടീമുകളുണ്ടല്ലോ, തില്ലങ്കേരി അങ്ങനെ കുറേ ടീംസ്. അപ്പോൾ ഈ ടീമുകളൊക്കെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിൻ്റെ പേരിൽ തുറന്നു പറഞ്ഞിട്ടും പാർട്ടി നടപടിയെടുത്തില്ല. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നുവെന്നാണ് മനു തോമസ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും മീന പറഞ്ഞതുപോലെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ?